ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി. നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഈ റിലേ യൂണിറ്റാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അതായത് സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രോബ്ലം ഈ സെൽഫിൻ്റെ റിലേ യൂണിറ്റാണ്. അപ്പോൾ ഞാനത് ഇതാണ് പഴയത്, നമ്മളത് മാറ്റി പുതിയത് വെച്ച് ഇപ്പോൾ സെൽഫ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി നോക്കുമ്പോൾ 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്, 2 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററി. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം നമുക്ക് വോൾട്ട് കിട്ടുന്നുണ്ട്, 13 വോൾട്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് വലിയ വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ബാറ്ററിയുടെ കംപ്ലയിൻ്റ് അല്ല, 100% സെൽഫ് റിലേഡ് ആണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഫ്രണ്ട് ടച്ചിങ് കാണിച്ചെന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഈ പൊസിഷനിൽ നിന്ന് ലോക്ക് ചാടി പോകുന്നായിരുന്നു. അപ്പോൾ അത് മൺകാടുമ്പോൾ ടച്ച് ചെയ്ത ഒരു കംപ്ലയിൻ്റാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. ഓയിൽ ചേഞ്ച് നമ്മൾ ചെയ്യണ കിലോമീറ്റർ ഇപ്പോഴത്തെ 25,682 കിലോമീറ്ററാണ്. പ്ലസ് 3000 നമ്മുടെ നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് വരാം. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മാറ്റി കിലോമീറ്ററിൻ്റെ ഇതൊക്കെ അറിയാനായിട്ട് പറ്റും, ചെയ്ത ടൈമും കാര്യങ്ങളൊക്കെ. ഓക്കെ.